പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം: ദൈവം എന്തിനാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ദൈവം എന്തിനാണ് നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നത്? ദൈവം ഇടപെടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ ചോദിക്കൂലേ, നിങ്ങളിത് എന്ത് കണ്ടിട്ടാണ് ഇതിൽ ഇടപെടുന്നത് എന്ന് ചോദിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഇന്നലെ രാത്രി ശുഭരാത്രി ശുശ്രൂഷ കൂടിയവരൊന്ന് ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് കൈവരുത്താം. യെസ്. അപ്പോൾ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച കുറച്ച് ദേശങ്ങളെ കുറിച്ച് പറയുകയാണ്. കൊറാസിൻ, കഫർനാം എന്ന ഈ പ്രദേശങ്ങളിലൊക്കെ, ഗലീലി, ഇവിടെയൊക്കെ കർത്താവ് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അപ്പോൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ, അതാണ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു അത് ഭയങ്കര സ്ഥലമാണെന്ന് പറഞ്ഞു. കഫർനാമിൽ ചെന്ന് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് കഫർനാമേ നീ സ്വർഗത്തോളം ഉയർത്തപ്പെട്ടെന്നോ എന്ന് പറയുന്നത്. കാരണം ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ, നമ്മൾ ചില ആളുകൾ പറയാറില്ലേ, കാരാവറമ്പിൽ കാല് കുത്തിയാൽ മതി എന്ന് പറയുന്നത് പോലെ രക്ഷപ്പെട്ടു എന്ന് പറയും. അപ്പോൾ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലം, ദൈവം ഇങ്ങനെ കൊടുത്തു, ഇടപെട്ടു. പക്ഷേ ദൈവം കൊടുത്തു, പക്ഷെ കർത്താവിന് ഒന്നും തിരിച്ച് കിട്ടിയില്ല. കൊടുത്തു. അപ്പോൾ കൊടുത്തപ്പോൾ എന്തോ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈശോ കൊടുത്തതെന്ന് നമുക്ക് ഈ വരികൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. നമ്മൾ കാര്യമൊക്കെ പറയും, ഒന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കണമെന്നൊക്കെയാണ് നമ്മൾ പറയാറ്. പക്ഷെ കർത്താവ് കൊടുത്തപ്പോൾ കർത്താവിന് എന്തോ ഒരു പ്രതീക്ഷയുണ്ട്. എന്താണ് ആ പ്രതീക്ഷ? ഞാൻ കൊടുക്കുന്നത് സ്വീകരിക്കുന്ന ഇവർ എന്നിലേക്ക് തിരിയും എന്ന ഒരു പ്രതീക്ഷ. അല്ലേ, നമ്മളും ആരെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കുമ്പോൾ നമുക്ക് ചെറിയൊരാഗ്രഹമൊക്കെ ഉണ്ട്. എന്താണ്, ഇവർ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കാണുമ്പോൾ, വഴിയിൽ വെച്ച് കാണുമ്പോൾ ഒരു സ്തുതിയെങ്കിലും തരണം, അല്ലെങ്കിൽ ഒരു നന്ദിയെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോ പറയുകയാണ്, ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നെങ്കിലും, നിങ്ങൾ ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടെങ്കിലും, അതൊക്കെ സ്വീകരിച്ചെങ്കിലും, നിങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്ന രീതിയിൽ എന്നിലേക്ക് തിരിഞ്ഞിട്ടില്ല. അപ്പോൾ തിരിയാത്തത് കൊണ്ട് എന്താണ്? അതുകൊണ്ട് നിങ്ങൾക്ക് ദുരിതം എന്ന് പറയുകയാണ്. നമുക്ക് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അപ്പോൾ അർത്ഥം ഇതാണ്, നമുക്ക് കർത്താവ് കണ്ണിന് കാഴ്ചയും കാതിന് കേൾവിയും താമസിക്കാൻ ഭവനവും മക്കളും ജീവിത പങ്കാളിയും മാതാപിതാക്കളും, അങ്ങനെ നമുക്ക് എല്ലാം കർത്താവ് ഇങ്ങനെ തന്നിരിക്കുമ്പോൾ അതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടുകൂടെ കർത്താവിലേക്ക് തിരിയാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആഗ്രഹം അത് കിട്ടിയില്ലെങ്കിൽ കർത്താവ് ചൊറയാക്കും. ഹല്ലേലൂയ. അപ്പോൾ അതാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്. മോശയ്ക്ക് ദൈവം എല്ലാം കൊടുത്തു. മോശ കൊല്ലപ്പെടേണ്ടതായിരുന്നു, സംരക്ഷണം കൊടുത്തു. നദിയിൽ ഒഴുക്കി കളഞ്ഞപ്പോൾ എവിടെയെങ്കിലും പോയി മുങ്ങിച്ചാവേണ്ടതായിരുന്നു. മോശ ദൈവം സംരക്ഷിച്ചു, വളർത്തി, കൊട്ടാരത്തിൽ വളർത്തി, രാജാവിൻ്റെ സബ്സിഡി കിട്ടി വളർന്നു. അങ്ങനെ എല്ലാം വളർന്ന് വന്നു കഴിഞ്ഞപ്പോൾ മോശയ്ക്കൊരു തെറ്റുപറ്റി. മോശയ്ക്കുള്ളിലൊരു തീക്ഷ്ണതയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മോശ കർത്താവിലേക്ക് തിരിയാതെ, അവിടെയാണ് മോശയ്ക്ക് പറ്റിയ തെറ്റെന്ന് പറയുന്നത്. മോശയുടെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതം പ്രവർത്തിച്ചു. ആദ്യഘട്ടത്തിൽ തന്നെ കൊല്ലപ്പെടേണ്ടതായിരുന്നു. പക്ഷേ ദൈവത്തിലേക്ക് തിരിയാതെ ജനത്തിലേക്ക് തിരിഞ്ഞു. എൻ്റെ ജനത്തിന് എന്ന് പറഞ്ഞ്, എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിലേക്ക് നോക്കാതെ ഇവരെ ഞാനൊന്ന് രക്ഷിച്ചെടുത്തിട്ട് എൻ്റെ കുടുംബത്തെ ഞാനൊന്ന് മെച്ചപ്പെടുത്തിയിട്ട് എൻ്റെ കാര്യം എന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്താൻ പോയി. അവസാനം മോശയ്ക്ക് മരുഭൂമിയിലേക്ക് ഒളിച്ചോടേണ്ട വന്നു. അപ്പോൾ ദൈവം മോശയുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചത് കുടുംബത്തിലേക്ക്, നാട്ടുകാരിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടായിരുന്നില്ല, ദൈവത്തിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടായിരുന്നു.
അങ്ങനെ ദൈവത്തിലേക്ക് തിരിഞ്ഞിട്ടാണ് പിന്നീട് 40 കൊല്ലം തിരിച്ചു വരുന്നത്. പിന്നെ അപ്പോൾ വീണ്ടും ആദ്യത്തെ കാര്യത്തിൽ സുവിശേഷത്തിൽ പറയുന്ന കാര്യം ദൈവത്തിലേക്ക് തിരിയുക. ലോകത്തിലേക്കും മനുഷ്യരിലേക്കുമല്ല തിരിയേണ്ടത്. അച്ഛനാണെങ്കിലും തിരിഞ്ഞിരിക്കേണ്ടത്, ഹൃദയം തിരിച്ചിരിക്കേണ്ടത്. ഇവിടെ ആരുമില്ലെങ്കിലും കുർബാനയല്ലോ. അപ്പോൾ ദൈവം തിരിച്ചിരിക്കേണ്ടത്, ഹൃദയം തിരിക്കേണ്ടത് എങ്ങോട്ടാണ്? ഭർത്താവിലേക്കാണ്. കണ്ണുകളടക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവത്തിലേക്ക് എന്നതിനേക്കാൾ ലോകത്തിലേക്ക് ഹൃദയം തിരിച്ചു വെച്ച സമയങ്ങളെ ഓർത്ത് നമുക്ക് അനുതപിക്കാം. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമ്മുടെ പാപപരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാം. ഈശോയേ, 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 ഈശോയേ,